എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലിപ്പോൾ വലിയൊരു രാഷ്ട്രീയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശനാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതിന് അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ മുൻപ് അതിനെക്കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് മതരാഷ്ട്ര സ്ഥാപനം എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചിരുന്നത് എങ്കിലും ഇന്ന് ആ സംഘടന അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ മതേതരമായ കാഴ്ചപ്പാടുമായി ചേർന്ന് മതരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ഒരു എലമെൻറ്റും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി അറിയിച്ചിരിക്കുന്ന ആ പിന്തുണ അത് കോൺഗ്രസ് സ്വീകരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലിവിടെ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചും ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. RSS, BJP ഒക്കെ തന്നെ വലിയ വർഗീയവാദ സംഘടനകളാണ് എന്ന് അവരെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം ഇവർക്കൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മതപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണോ അല്ലയോ എന്നുള്ളതാണ്. അതിൻ്റെ വിശദവിവരങ്ങൾ ശ്രീ സതീശൻ്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് ആമുഖമായി തന്നെ പറയട്ടെ. ഇന്ത്യയിലെ സെക്യുലറായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംവിധാനത്തിനെയോ നമ്മുടെ ഭരണഘടനയോ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കരുതാനുള്ള കാരണങ്ങൾ അവരുടെ ഭരണഘടനയെ തന്നെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളം ഭരണഘടന കിട്ടും, ഇംഗ്ലീഷ് ഭരണഘടന കിട്ടും. ഇത് രണ്ടും ഞാൻ നോക്കിയതാണ്. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ വീഡിയോയിൽ പറയുന്നത് എന്തും എൻ്റെ അഭിപ്രായമല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പല ആർട്ടിക്കിളുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തന്നെ പറയുന്നത്. അവരുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നുള്ളതാണ് അവരുടെ ഇന്ത്യൻ ഘടകത്തിൻ്റെ പേര്. അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദൻ റസൂലുല്ലാഹി എന്നതാകുന്നു. അതായത് ഇലാഹ് അഥവാ ദൈവം അല്ലാഹു മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ഇലാഹ് ഇല്ല. ഇനി അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ കൂടി ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: അല്ലാഹുവെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാതിരിക്കുക, മറ്റാരുടെ പേരിലും നേർച്ച നേരാതിരിക്കുക, മറ്റാരുടെ മുമ്പിലും തലകുനിക്കാതിരിക്കുക. ചുരുക്കത്തിൽ ബഹുദൈവ വിശ്വാസികൾ തങ്ങളുടെ ആരാധ്യരുമായി പുലർത്തി വരാറുള്ള യാതൊരിടപാടും മറ്റുള്ളവരുമായി നടത്താതിരിക്കുക. കാരണം അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കാഴ്ചപ്പാട് മതേതരത്വം എന്നതിനെ അവരുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയുമായി അടിസ്ഥാനപരമായി വൈരുദ്ധ്യത്തിലുള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൻ്റെ സംഘടനയിലെ അംഗത്വവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഭരണഘടനയിലെ 9-ാം അനുച്ഛേദത്തിൽ കുറേയധികം പോയിന്റുകളുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ അതിൻ്റെ വ്യാഖ്യാനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനം അവരുടെ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ കേസ് ഓഫ് ബീങ് പാർട്ട് ഓഫ് എനി അൺഗോഡ്ലി ഗവൺമെൻറ്റൽ സിസ്റ്റം ഓർ ബീങ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഗിവിംഗ് ഇഫക്റ്റ് ടു ഇറ്റ്സ് ലോസ് ഷുഡ് റെഡിലി പാർട്ട് വിത്ത് ദാറ്റ് മീൻസ് ഓഫ് സസ്റ്റനൻസ്. അതായത് അല്ലാഹുവാണ് ഏകദൈവം എന്നുള്ള ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ഏത് കമ്മ്യൂണിറ്റിയിലും ഏത് മതത്തിലുള്ള ആൾക്കാർക്കും അംഗമാകാം. പക്ഷേ അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നുള്ള ഒരു വിശ്വാസം അവർക്കും ഉണ്ടായിരിക്കണം എന്നത് അതിൻ്റെ ഒരു പ്രൈമറി റിക്വയർമെൻ്റ് ആണ്. അതിനോടൊപ്പം പറയുന്ന കാര്യമാണ് ഇൻ കേസ് ഓഫ് ബീങ് പാർട്ട് ഓഫ് എനി അൺഗോഡ്ലി ഗവൺമെൻറ്റൽ സിസ്റ്റം. അതായത് നിങ്ങൾ ദൈവദത്തമല്ലാത്ത ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിലോ ഓർ ബീങ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഗിവിംഗ് ഇഫക്റ്റ് ടു ഇറ്റ്സ് ലോസ്, അതേപോലെ തന്നെ അങ്ങനെ ദൈവദത്തമല്ലാത്ത ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിയമനിർമ്മാണം നടത്തുന്ന ആളാണ് നിങ്ങൾ എങ്കിലോ ഷുഡ് റെഡിലി പാർട്ട് വിത്ത് ദാറ്റ് മീൻസ് ഓഫ് സസ്റ്റനൻസ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ജോലി ഉപേക്ഷിക്കണം എന്നാണ്. അതായത് ദൈവദത്തമല്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇരിക്കാനും പാടില്ല, ദൈവദത്തമല്ലാത്ത ഒരു ഗവൺമെൻറ്റിന് വേണ്ടി നിങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കാനും പാടില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജീവിതമാർഗം നിങ്ങൾക്ക് വേണ്ട എന്നാണ് ഇവരുടെ ഭരണഘടനയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചാണ്, ഇന്ത്യയുടെ ഗവൺമെൻറ് സിസ്റ്റത്തിനെക്കുറിച്ചാണ്. നമ്മുടെ ഏറ്റവും താഴെ തട്ടിലുള്ള പഞ്ചായത്ത് തലം മുതൽ പാർലമെൻറ്റ് വരെയുള്ള എല്ലാവിധ ഗവൺമെൻറ് സംവിധാനങ്ങളും മതേതരമാണ്. അതൊരിക്കലും ദൈവദത്തമല്ല,
മറിച്ച് അതെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അതിലുള്ള എല്ലാ അനുച്ഛേദങ്ങളും മനുഷ്യർ തന്നെ എഴുതി ചേർത്തിരിക്കുന്നതാണ്. അതല്ലാതെ ദൈവദത്തമായിട്ടുള്ള ഒരു ഭരണഘടനയോ ഭരണകൂടമോ അല്ല നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഓണർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതും ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പല മതങ്ങളുമായി ബന്ധപ്പെട്ട് പല കമ്മ്യൂണിറ്റികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് ദൈവദത്തമായിട്ടുള്ള ഒരു ഭരണഘടനയല്ല, മറിച്ച് മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന ഭരണഘടനയാണ്. ഇവിടെയുള്ള സർക്കാരുകളും ദൈവദത്തമല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ദൈവദത്തമല്ലാത്ത ഒരു സർക്കാരിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാലും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തിയാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്ന ഈ ഒരു വിശദീകരണത്തിന് നമ്മൾ വിരുദ്ധമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നത് തന്നെ നമ്മുടെ ജനാധിപത്യ ക്രമത്തിനോ ഭരണഘടനയ്ക്കോ അനുസരിച്ചാണോ ഒരു ഭരണക്രമം ഈ ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിത് വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ കോടതികൾ പൂർണ്ണമായിട്ടും മതേതരമായി പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ നിയമനിർമ്മാണം എന്നത് ഇതേപോലെയുള്ള ദൈവദത്തമല്ലാത്ത സർക്കാരുകളാണ് നടത്തുന്നത്. അതും ഈ ദൈവദത്തമല്ലാത്ത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ആ കോടതികളും ദൈവദത്തമല്ല. അങ്ങനെയുള്ള കോടതികളിലേക്ക് ഏതൊരു വ്യവഹാരത്തിനും പോവുക എന്നുള്ളത് ഇന്ത്യയിലുള്ള ഓരോ പൗരനും അയാളുടെ മതമോ ജാതിയോ അയാൾ മെജോറിറ്റി കമ്മ്യൂണിറ്റി ആണോ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണോ ഇതൊന്നും തന്നെ പരിഗണനാ വിഷയമല്ലാതെ എല്ലാവർക്കും തുല്യമായിട്ട് ആക്സസിബിളാണ് ഇന്ത്യയിലെ കോടതികൾ. അങ്ങനെയുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനെ എല്ലായ്പ്പോഴും ആശ്രയിക്കാമോ അതോ ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ള കോടതികളെ ആശ്രയിക്കാവൂ എന്നാണോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പറയുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ് അവരുടെ ഭരണഘടനയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്: നോട്ട് ഗോ ടു അൺഇസ്ലാമിക് ലോ കോർട്സ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് മാറ്റേഴ്സ് എക്സെപ്റ്റ് അണ്ടർ കമ്പലിംഗ് നെസസിറ്റി. അതായത് ഒരു സന്നിഗ്ധ ഘട്ടം ഉണ്ടാവുകയല്ലാതെ മറ്റൊരു ഘട്ടത്തിലും ഇസ്ലാമികമല്ലാത്ത ഒരു കോടതിയിലേക്ക് പോകാൻ പാടില്ല ഒരു കാര്യത്തിൻ്റെ തീർപ്പിന് എന്നാണ്. എന്നുവെച്ചാൽ അവർ നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമവ്യവസ്ഥയെയാണോ അംഗീകരിക്കുന്നത് അതോ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രം അങ്ങനെയുള്ള ഒരു നിയമവ്യവസ്ഥയിലേക്ക് പോവുക, അതല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള അണിസ്ലാമിക് ആയിട്ടുള്ള ഒരു കോർട്ടിനെ ആശ്രയിക്കാതിരിക്കുക എന്നല്ലേ പറയുന്നത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചിന്തിച്ചു നോക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ കോടതികൾ ശരീഅത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്നതല്ല. നമ്മുടെ നാട്ടിലെ കോടതികൾ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും മതേതരമായിട്ടുള്ള നിയമങ്ങളാണ്. ഒരിക്കലും ഒരു തരത്തിലുള്ള ഡിസ്പ്യൂട്ടും സെറ്റിൽ ചെയ്യുന്നത് ശരീഅത്ത് നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയോ അല്ല. മതങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങളും നമ്മുടെ നിയമനിർമ്മാണ സഭകൾ തന്നെ അംഗീകാരം കൊടുത്തിരിക്കുന്ന നിയമങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആയിക്കോട്ടെ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് ഈ ഭരണഘടന നമ്മെ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഫണ്ടമെൻ്റലായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയും ശരീഅത്ത് എന്നുള്ള ഒരു നിയമസംഹിതയും തമ്മിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട്. അത് നിയമത്തിന് മുന്നിലുള്ള തുല്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഇനി അതല്ല ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ റൈറ്റ്സ് എന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, സെക്യുലറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും ശരീഅത്തും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളും ശരീഅത്ത് നിയമങ്ങളും തമ്മിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ശരീഅത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെ എതിർക്കുന്ന ഒരു ഭരണഘടനയാണ്, സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അത് നമ്മുടെ പരിപ്രേക്ഷ്യത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ഭരണഘടനയും നമ്മൾ വായിച്ചാൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ പ്രവിശ്യയുടെ ഒക്കെ പരമാധികാരം എന്നത് ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ രീതികൾ അനുസരിച്ചിട്ടാണെങ്കിലും അത് അള്ളാഹുവിനാണ്. കാരണം അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള ഒരേ ഒരാൾ. മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൊവേറിനിറ്റി അഥവാ പരമാധികാരം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ കയ്യിലാണ്. അത് ആരാണോ സംരക്ഷിക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തെരഞ്ഞെടുത്ത് അവരാണ് അധികാരത്തിലേക്ക് കയറ്റുന്നത്. അങ്ങനെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾ നടപ്പിലാക്കുന്നത് പോലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, നമ്മൾ ജനങ്ങൾ പൂർണ്ണമായിട്ടുള്ള കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള ഭരണഘടന പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുക, ഭരണഘടനയിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തുക, അങ്ങനെ നിയമനിർമ്മാണം നടത്തി മതേതരമായിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരമാധികാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും
ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഭരണഘടനയുമായി ചേർന്നു പോകുന്നതല്ല പല കാര്യങ്ങളിലും എന്നത് വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ വരിയിലും നമുക്ക് മതത്തിനെ മാത്രമാണ് കാണാൻ കഴിയുക. മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയിൽ മതത്തിനെയല്ല മതേതരമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന ക്ലോസുകളുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് മാത്രമായിട്ട് അനുവദിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളോ ദൈവസങ്കല്പങ്ങളോ മാത്രം ശ്രേഷ്ഠം എന്ന് കരുതുന്നതല്ല. അത് 80% മുകളിൽ വരുന്ന ഹിന്ദുക്കൾക്കാണെങ്കിലും വളരെ ചെറിയ സിംഗിൾ ഡിജിറ്റ് പെർസെൻറ്റേജുകളിൽ മാത്രമുള്ള ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതെല്ലാം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഒരു തരത്തിലുമുള്ള തിയോക്രാറ്റിക് സ്വഭാവമില്ലാത്ത പൂർണ്ണമായിട്ടും സെക്യുലറായിട്ടുള്ള ഒരു ഭരണഘടന തന്നെയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഭാവിയെക്കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളിലെല്ലാം തന്നെ മതവും മതത്തിലെ ദൈവത്തിനെയും തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അതെന്തുകൊണ്ടാണ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണാത്തത് എന്നതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണത്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ തിരുത്തിയിട്ടുണ്ട്, മതരാഷ്ട്ര സ്ഥാപനത്തിന് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വളഞ്ഞ വഴി കണ്ടെത്താനായിട്ട് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ RSSനും അങ്ങനെ പറയാനായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ഗോൾവൽക്കറുടെ പുസ്തകത്തിൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, ഏത് കാലഘട്ടത്തിനെക്കുറിച്ചാണ്, അന്നത് പറഞ്ഞിരുന്നതിൻ്റെ റെലവൻസ് എന്താണ്, അത് ഇപ്പോൾ RSSൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടോ, ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഗോൾവൽക്കറുടെ പുസ്തകത്തിൽ ഈ ഭാഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകാനായിട്ട് ഉണ്ടാകും. പക്ഷേ ശ്രീ വി ഡി സതീശൻ ആ വിശദീകരണം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കളായിട്ട് RSS കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ RSSൻ്റെ സർസംഘചാലക് അടക്കമുള്ള ആൾക്കാർ പറയും അങ്ങനെയില്ല. ഔദ്യോഗികമായിട്ട് തന്നെ പല തിരുത്തലുകളും ഈ പുസ്തകങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് RSSൻ്റെ നേതാക്കന്മാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെ ഫർദർ ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നതായിട്ട് അവർ പറയുന്നുമില്ല. ഇപ്പോൾ പ്രിന്റിലുള്ള പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ പുസ്തകങ്ങളിലൊന്നും തന്നെ ഈ ഒരു ഭാഗം ഇല്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് RSSനോടുള്ള മനോഭാവം മാറുന്നുണ്ടോ? പണ്ട് RSS അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഇന്ന് RSS അങ്ങനല്ല പറയുന്നത് എന്ന് ആരെങ്കിലും ശ്രീ വി ഡി സതീശനോട് പറയുകയും ആ വാദം അംഗീകരിക്കണം അദ്ദേഹം എന്ന് അദ്ദേഹത്തിനോട് നിർബന്ധിക്കുകയും ചെയ്താൽ അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ മാത്രം നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമി പണ്ട് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ വാദിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോഴത്തെ അമീർ അങ്ങനെ അല്ലല്ലോ പറയുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്യാൻബാബിയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഈ ഹിന്ദു സംഘടനകൾക്കെതിരെയൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കന്മാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം, RSSൻ്റെ തന്നെ സർസംഘചാലക് പറഞ്ഞിരിക്കുന്നത് എല്ലാ പള്ളികളുടെയും അടിയിൽ ശിവലിംഗമുണ്ടോ എന്ന് തപ്പേണ്ടതില്ല എന്നാണ്. അപ്പോൾ RSSൻ്റെ സർസംഘചാലക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് RSSനോടുള്ള സമീപനം, ആ മനോഭാവം അത് മാറ്റാം എന്ന് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള ആൾക്കാർ ചിന്തിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഇരട്ടത്താപ്പ് കാണുന്നത്. RSS ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമാണ് എന്ന് പറയുകയും എന്നാൽ ആരംഭിച്ച കാലം മുതൽ തന്നെ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഘടനയെ പൂർണ്ണമായും സെക്യുലറാണ് എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കാനുള്ള ഒരു പാഴ്വേല അത് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ തൽക്കാലം CPMൻ്റെ നിലപാട് തന്നെയാണ് ശരി എന്ന് പറയേണ്ടി വരും. പക്ഷേ CPMൻ്റെയും സ്ഥായിയായിട്ടുള്ള നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്ക് വിരുദ്ധമായിരുന്നില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം രാജസ്ഥാനിലെ സിക്കർ, തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ, മധുര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് ഇടതുപക്ഷത്തിനെയാണ് എന്നത് കൂടി അവർ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള മതാധിഷ്ഠിതമായിട്ടുള്ള സംഘടനകളുമായുള്ള കൂട്ടുകെട്ടിലേക്ക് പോവുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക, RSSലോ BJPയിലോ ഒക്കെ അംഗമാകണമെങ്കിൽ ഈ ശ്രീരാമനിൽ വിശ്വസിക്കുക, മഹാവിഷ്ണുവിൽ വിശ്വസിക്കുക എന്നൊന്നും അവർ പറയുന്നില്ല എന്നതുകൂടി ഓർക്കുക. എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.